ഹായ് എല്ലാവർക്കും ഫ്രാഗ്രൻസ് മലയാളം എന്ന് പറയുന്ന ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ഉണ്ടെന്ന് പിന്നെ ഇതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ടെന്ന് കരുതി ഞാനതിൻ്റെ പെർഫ്യൂംസിൻ്റെ കുറച്ച് ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ചാനലാണ് ഇത്. അപ്പം പെർഫ്യൂംസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചിലപ്പം ഉപകാരപ്പെട്ടേക്കാം. അപ്പം നമുക്ക് ഇപ്പം കേരളത്തിലെ വിൻ്റർ സീസണാണ്. അപ്പം വിൻ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഇച്ചിരി തണുപ്പുണ്ടാവും രാത്രിയിൽ. അപ്പം ആ തണുപ്പത്തൊക്കെ അടിക്കാൻ പറ്റിയ കുറച്ച് ഫ്രാഗ്രൻസ്, പിന്നെ ഡേ ടൈമിൽ അടിക്കാൻ പറ്റിയ കുറച്ച് ഫ്രാഗ്രൻസ്, ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലെ ഹ്യൂമിഡിറ്റിയുടെ പ്രോബ്ലവും ഈ ട്രോപ്പിക്കൽ വെതറിൻ്റെ പ്രോബ്ലമൊക്കെ കാരണം മറ്റുള്ള കൺട്രീസിലൊന്നും ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ കേരളത്തിൽ ലാസ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പം നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഗൾഫിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ വരുന്ന ഒരുപാട് ഭയങ്കര നന്നായിട്ട് മണം പരക്കുന്ന പെർഫ്യൂമൊക്കെ. അപ്പം ഫ്രഞ്ച് പെർഫ്യൂമറി അത്ര അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നൊരു ടൈപ്പൊന്നും അല്ല. അപ്പം കൂടുതലും ഫ്രഞ്ച് ഫ്രാഗ്രൻസസ് ആണ് ലോകത്ത് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിൽ ഈസ്റ്റേൺ ക്ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലോൺസ് ഒക്കെ കുറച്ചുകൂടെ നമ്മുടെ നാട്ടിൽ പെർഫോം ചെയ്യും. കാരണം അത് മരുഭൂമി ആ ഏരിയയിലൊക്കെ പെർഫോം ചെയ്യാനായിട്ട്, ദുബായ് ഏരിയയിലൊക്കെ പെർഫോം ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ അത് ക്ലോൺസ് പെർഫോം ചെയ്തേക്കാം ഒറിജിനൽ പെർഫ്യൂമിനെക്കാളും. ഇപ്പോഴിറങ്ങുന്ന എല്ലാ ക്ലോണുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലോണുകളാണ്. അപ്പം നമുക്ക് സമയം കളയാതെ പെർഫ്യൂം റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പം ഡേ ടൈമിൽ വിയർ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നിങ്ങൾക്ക് പരിചയമുള്ള സാധനം കാണിച്ചു തരാം. മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഡിയോർ സവാഷ് എന്ന് പറയുന്ന ഡിയോർ എന്ന് പറയുന്ന കമ്പനിയുടെ പെർഫ്യൂം. അപ്പോൾ സവാഷ് 1, 2, 3 തരത്തിലുണ്ട്. ആദ്യം തന്നെ സവാഷ് ഓഡറ്റ് ടോയ്ലറ്റ് എന്ന് പറയും. ഇത് എൻ്റെ കയ്യിലൊരു 200 ml വലിയൊരു ബോട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ലൈറ്റർ ഫോർമുലേഷനാണ്. നമ്മുടെ വെതറിന് കുറച്ചുകൂടെ പറ്റിയ ഒരു ഫോർമുലേഷനാണ് ഈ ഓഡറ്റ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഓഡറ്റ് ടോയ്ലറ്റ്, ഓഡ പെർഫ്യൂം, എക്സ്ട്രൈറ്റ് ഡേ പെർഫ്യൂം, അങ്ങനെ പല കോൺസെൻട്രേഷൻസ് ഉണ്ട്. അപ്പം ഇതിനകത്തെ എലിക്സർ എന്ന് പറഞ്ഞ് പിന്നെ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്, ഭയങ്കര പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞ്. എത്രയൊക്കെ ഈ സാധനങ്ങൾ ഏതൊക്കെ അടിച്ചാലും നാട്ടിൽ ഇതിന് പെർഫോമൻസ് ഒരുപാട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഡിയോർ സവാഷ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ പെർഫോം ചെയ്യാൻ പറ്റും ഇതിന്. അപ്പം അതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 4 മണിക്കൂർ പെർഫോം ചെയ്താൽ മതി ഒരു ഫ്രാഗ്രൻസ്. കാരണം ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ 4 മണിക്കൂർ കഴിഞ്ഞ് ഈ സാധനം പോകണം. അതാണ് എനിക്കിഷ്ടം. അല്ലാതെ അതവിടെ കടിച്ചു തൂങ്ങി അടുത്ത ഡേ വരെ ഷർട്ടിലൂടെ ഇവിടെയൊക്കെ മണമായിട്ട് കിടന്നിട്ട് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ലോങ് ജേണി ഒക്കെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഇത് ഒരു സ്കിൻ സെൻ്റായിട്ട് അവിടെ നിന്നോളൂ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പോകത്തൊന്നുമില്ല. അത് പ്രൊജക്ഷൻ കുറച്ച് കുറയുമെന്നുള്ളൂ. അത് മറ്റുള്ളവർക്ക് അടുത്ത് വന്നാലേ മണം കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഡിയോർ സവാഷിൻ്റെ ഓഡ ടോയ്ലറ്റ്. ഇനി ഓഡ പെർഫ്യൂമുണ്ട്. ഓഡ പെർഫ്യൂം ഇതാണ്. ഞാൻ ചെറിയ ബോട്ടിലാണ് മേടിച്ചത്, ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് കാരണം. അപ്പോൾ ഞാൻ ഇത് ചിലപ്പോൾ മിക്സ് ചെയ്തൊക്കെയാണ് അടിച്ചുകൊണ്ട് പോകാറ്. അപ്പോൾ ഓഡ പെർഫ്യൂമുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് വേർഷനാണ്. ഇത് കുറച്ചുകൂടെ പ്ലേഫുള്ളാണ്. അതായത് യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ നല്ലത് ഇതാണ്. ഒരല്പം കൂടി, അതായത് ഒരു 20 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇതാണ് നല്ലത്. ഒരു 20 to 30 ഇയേഴ്സൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ആർക്കും എന്തും യൂസ് ചെയ്യാൻ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാണ്. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 30 ഇയേഴ്സിനുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം വേർഷനുണ്ട് ഡിയോർ സവാഷിൻ്റെ. അത് എൻ്റെ കയ്യിലില്ല. എലിക്സറുണ്ട്. എലിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളിരാജ്യത്തേക്ക്, ഇതാണ് ഈ ഡിയോർ സവാഷിൻ്റെ എലിക്സർ എന്ന് പറയുന്നത്. ഇത് ഒരു 100 ml 18,000 രൂപ അടുത്ത് വരുന്ന സാധനമാണ്. ഇത് വെളിരാജ്യത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും. അതായത് ഒരു 2 സ്പ്രേ മതി ഇതിന്. ഈ 2 സ്പ്രേ ചെയ്ത് ഒരു 24 മണിക്കൂർ നിന്ന് മണക്കും. നാട്ടിൽ ഇതിന് അത്രയും പെർഫോമൻസ് ഇല്ല. നാട്ടിലൊരു 3-4-5 മണിക്കൂർ, അതിൽ ആദ്യത്തെ ഒരു 1-1.5 അവർ നല്ല പ്രൊജക്ഷൻ ഉണ്ടാകും, ആൾക്കാർ തിരിച്ചറിയും. അത് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ സെൻ്റ് ആയിരിക്കും. കാരണം നാട്ടിലെ വെതറിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഡിയോർ സവാഷ് ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ. പിന്നെ സവാഷിൻ്റെ വേറൊരു സാധനമുണ്ട്, ഓ സവാഷ് എന്ന് പറയും. ഓ സവാഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറ്റിവർ ബേസ്ഡ് ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര നല്ലൊരു ഫ്രഷിയാണ്. ഓ സവാഷിൻ്റെ ഓഡ ടോയ്ലറ്റ് വേർഷൻ ഞാൻ കാണിച്ചു തരാം. ഓഡ പെർഫ്യൂം വേർഷൻ എൻ്റെ കയ്യിലില്ല. പെർഫ്യൂം വെർഷനുണ്ട് ഡിയോർ സവാഷിൻ്റെ. അത് കുറച്ചുകൂടെ ഒരു വെറ്റിവർ ഇൻറ്റൻസ് ഹെവിയാണ്, പക്ഷേ ഭയങ്കര മാൻലി ഫ്രാഗ്രൻസ് ആണ്. അതായത് നമുക്കൊരു പവർ ഫീൽ ചെയ്യാനായിട്ട്, അതായത് അതൊരു പെർഫ്യൂമിനൊരു ക്യാരക്ടറുണ്ട്. നമ്മളൊരു നല്ല പവർഫുൾ അറ്റ്മോസ്ഫിയർ, അതായത് ഇപ്പോൾ ഒരു ബോസ് ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾ, ആ ഒരു രീതിയിലുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു സാധനമാണ്. അതിപ്പം ആ ഒരു വൈബ്, ഈ ഫ്രാഗ്രൻസ് ആ ഒരു വൈബ് അങ്ങ് കൊണ്ടുവരും. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലാത്ത ഒരാളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ
അയാൾക്ക് ആദ്യം കിട്ടുന്ന വൈബ് അതായിരിക്കും ഈ ഫ്രാഗ്രൻസിൽ നിന്ന്. ഞാൻ കാണിച്ചു തരാം അത്. ഇതാണ് ഡിയോർ സവാഷ് ഓഡ് ടോയ്ലറ്റ്. ഇത് ഞാൻ 200 ml മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇത് അടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഭയങ്കര നല്ലൊരു ഫ്രഷ് മണമാണ്. കുറച്ച് പൂക്കളുടെയും കുറച്ച് വെറ്റിവറുടെയും ഒക്കെ വെറ്റിവറിൻ്റെയൊക്കെ രാമച്ചയില്ലേ വെറ്റിവർ, അതിൻ്റെയൊക്കെ മണം വരുന്നൊരു സാധനമാണിത്. അടുത്തത് പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഇനിയിപ്പം ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. ഡിയോർ സവാഷ് നാട്ടിലൊരു 6000-7000 രൂപയൊക്കെ ആവും. അപ്പം ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യമൊന്നുമില്ല. ഇത് ആരോടും ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കാനൊന്നും. അതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടും ഡ്യൂപ്പില്ലാത്ത സ്ഥലത്തുനിന്ന് വാങ്ങിച്ചോണം. അപ്പം അത് വാങ്ങിക്കണമെന്നില്ല. അതായത് ഡിയോർ സവാഷ് ഒന്നും വാങ്ങിക്കണമെന്നില്ല. ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റേൺ ക്ലോൺസ് ഉണ്ട്. ഇത് മെയ്സൺ അൽഹംബ്ര എന്ന് പറയുന്ന ഈയിടെ ഫേമസ് ആയ ലത്താഫ എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്. അവരുടെ ഒരു സബ് ബ്രാഞ്ച് ഈ സാധനം മെയ്സൺ അൽഹംബ്ര. ഈ മെയ്സൺ അൽഹംബ്രയുടെ ഒരു 10-12, അതായത് ഒരു 1000-1200 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഒരു 100 ml വലിയ ബോട്ടിൽ കിട്ടും നിങ്ങൾക്ക്. ഇത് നല്ലതായിട്ട് പെർഫോം ചെയ്യും. നാട്ടിലൊരു 5-6 മണിക്കൂർ നിൽക്കും. അപ്പോൾ ഇത് വാങ്ങിച്ചടിച്ചാൽ മതി. ഡിയോർ സവാഷാണ്, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് ഡിയോർ സവാഷാണോ അടിച്ചിരിക്കുന്നത്, ഇതാണോ അടിച്ചിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞ സാധനം ഇതും ഒരുപോലെയാണ്. കുറച്ചുകൂടി ഒരു ഓട പെർഫ്യൂമിൻ്റെ അതായത് ഇതും കൂടെ മിക്സ് ചെയ്തടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ സാധനം. അപ്പോൾ ഇതിനകത്ത് യാതൊരു വ്യത്യാസവും ഒരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല ഇതടിച്ചു കഴിഞ്ഞാൽ. 90% സമയത്ത് ഇപ്പം ഞാൻ ഈ സാധനം എടുത്തിട്ട് ഇവിടെ അടിച്ച്, അടുത്ത ഡിയോർ സവാഷ് എടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിലടിച്ച് കഴിഞ്ഞാൽ എവിടെ ഇപ്പുറത്തെ കയ്യിലടിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഇങ്ങനെ ഇതും മണത്ത് കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം അത്രയും പൈസ കളയേണ്ട കാര്യമില്ല. ഇത് ധാരാളമാണ്. അപ്പം ഇതാരെങ്കിലും വേണ്ടേ, ഈ ഒറിജിനൽ സാധനം വാങ്ങിച്ചിട്ട് ഇതുമായിട്ട് സിമിലർ ആണെന്ന് പറയാനായിട്ട് ആരെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഞാൻ അതിന് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അധികം പൈസ ഒന്നും ആരും കളയേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫ്രഷ് ഫ്രാഗ്രൻസാണ് ഇസിമിയാക്കി എന്ന് പറഞ്ഞൊരു ജാപ്പാനീസ് ബ്രാൻഡിൻ്റെ ഈ ല്യൂഡിസി പൂർ ഹോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഭയങ്കര ഫ്രഷ് ജിഞ്ചർ അക്വാട്ടിക് സ്മെല്ലാണ്. ഇത് നല്ലൊരു ജിഞ്ചർ വൈബാണ്. ഇത് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഫ്രഷിയാണ്. ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കും ഇത് എന്താണെന്ന്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതുണ്ട്. തീരാറായപ്പോൾ ഞാൻ ഇതിൻ്റെ 200 ml വലിയൊരു ബോട്ടിൽ വാങ്ങിച്ചു. അത്രയ്ക്കും നല്ല സാധനമാണിത്. ഇതിന് നാട്ടിൽ ഒരു 10,000-3000 രൂപയ്ക്ക് കിട്ടണത്. ഇത് ഒരു 3000 രൂപയുടെ മേളിലൊന്നും ഇതിൻ്റെ ഒരു 75 ml പോകത്തില്ല. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഇതില്ലാത്ത കുഴപ്പമില്ലാത്തൊരു നല്ല അക്വാട്ടിക് ജിഞ്ചർ ഫ്രാഗ്രൻസ് ആണ്. അതാണ് ഈ കാണിച്ചതിലൊക്കെ ഏറ്റവും ഫ്രഷ് സാധനം അതാണ് കേട്ടോ, ഈ സിമിയാക്കയുടെ. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. ഇത് 200 ml ആയി മേടിച്ചിരിക്കുന്നത്. ഇത് ക്രീഡ് എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ബ്രാൻഡുണ്ട്. അതിൻ്റെ ഗ്രീൻ ഐറിഷ് ട്വീഡ് എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതിൻ്റെ കോപ്പി ചെയ്ത്. അപ്പം ഈ കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഗ്രീൻ ഐറിഷ് ട്വീഡും ഡേവിഡ് ഓഫ് കൂൾ വാട്ടറും ഉണ്ടാക്കിയ പെർഫ്യൂമർ ഒരാൾ തന്നെയാണ്. അപ്പോൾ അയാൾ ക്രീഡിൽ നിന്ന് മാറി ഡേവിഡ് ഓഫ് ആണ്, ആ കമ്പനിയാണ് അയാളുടെ ആ ഫോർമുല സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ അയാളുടെ മകനാണ് ടോം ഫോർഡിൻ്റെ ഊദ് എന്ന് പറയുന്നൊരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അയാൾ പറഞ്ഞ കഥയാണ്. അയാളുടെ ഡാഡി ഇതുമായിട്ട് നടന്നപ്പോൾ ഈ ഡേവിഡ് ഓഫ് കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് തയ്യാറായത്. എനിക്ക് തോന്നുന്നത് ഇതാണ് കൂടുതൽ ഫേമസ് ആയത്. ഈ സാധനം ഫേമസ് ആയി കഴിഞ്ഞിട്ടാണ് ഗ്രീൻ ഐറിഷ് ട്വീഡ് ഇതിൻ്റെ ബാക്കിൽ, അതായത് ഇതിൻ്റെ ഒരു നാച്ചുറൽ വേർഷനാണ് ഗ്രീൻ ഐറിഷ് ട്വീഡ്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ മണത്ത് നോക്കിയിട്ടുണ്ട്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ്. നാട്ടിൽ വളരെ അതായത് ഒരുപാട് വലിയ പെർഫോം ചെയ്തില്ല. ഈ പറഞ്ഞ 4-5 അവറിൽ കൂടുതൽ ഒരു പെർഫ്യൂമും നാട്ടിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത്തറുകൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം പെർഫ്യൂമിന് മണം വരുത്താനോ പെർഫ്യൂമിൻ്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടോ പൈസ എന്ന് പറയുന്ന സാധനം ഇതിനകത്തൊരു ഫാക്ടറല്ല. അതായത് 20 രൂപയോ 25 രൂപയോ മറ്റേ മാത്രം വിലയുള്ള ലാവണ്യയുടെ കോളർ പെർഫ്യൂം ചിലപ്പം നാട്ടിൽ കൂടുതൽ പെർഫോം ചെയ്തതിനേക്കാൾ. അപ്പം ഇതൊരു ക്ലാസിക് സ്മെല്ലാണ്. ഈ സ്മെല്ല് കിട്ടണേ ഈ സാധനം വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്മെല്ല് കിട്ടണമെങ്കിൽ ഇതൊരു നല്ല ക്ലാസിക് സ്മെല്ലാണ്, വേൾഡ് ഫേമസ് ആണ്, ഈ സാധനം വാങ്ങിക്കണം. അപ്പം ഇതാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എംപോറിയോ അർമാനി അക്വാഡിജിയോ പ്രൊഫോണ്ടോ എന്ന് പറയും. വേറൊരു സാധനം കൂടെ ഉണ്ട് പ്രൊഫ്യൂമോ എന്ന് പറഞ്ഞാൽ. അതിനൊരു
കുറച്ചൊരു ഇൻസെൻസ് നോട്ട് കൂടുതലാണ്. അപ്പം ഈ സാധനം കുറച്ചുകൂടി ഒരു അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീഷോർ വൈബ് പോലൊരു മണം, ഒരു പ്രത്യേകതരം മണമാണ് അത്. അതായത് ഒരു ഫ്രഷ് കടൽ തീരത്ത് നിൽക്കുന്ന കുറച്ച് നാരങ്ങയൊക്കെ കൂടി ആ ഒരു കടൽക്കാറ്റിൻ്റെയും നാരങ്ങയുടെയും ആ ഒരു കടലിൻ്റെയും ഒക്കെ മണത്തിലോട്ട് നല്ല മണം കേട്ടോ. അതല്ല കടൽക്കര അടിക്കുന്ന ചീഞ്ഞ മണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നല്ല മണം. ഈ നല്ല മണത്തിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ എങ്ങനെ മണക്കും, അതാണ് ഈ സാധനം. ഇതിന് കുറച്ച് ഡെപ്ത് ഉണ്ട് ഈ ഫ്രാഗ്രൻസിന്. നല്ലതാണ്, നാട്ടിൽ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 6 മണിക്കൂറൊക്കെ ലാസ്റ്റും ചെയ്യും കേട്ടോ. നല്ല പ്രൊജക്ഷനുണ്ട്, നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ആൾക്കാർ എന്നാന്ന് പറഞ്ഞാൽ മേടിച്ചോളും. ഈ വേറൊരു ഇരിപ്പുണ്ട് ഇവിടെ, ബൾഗാരി അക്വ, അത് അടുത്ത ദിവസം കാണിച്ചു തരാം. ഇതിനോട് കിടപിടിക്കുന്നതാണ്, കുറച്ചുകൂടെ വേണേൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിനൊരു 10,000 രൂപ എടുത്താവും. ഇത് മേടിക്കാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ജോർജ് പെർഫ്യൂമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പറഞ്ഞ മെയ്സൺ അൽഹംബ്ര തന്നെ ഇറക്കുന്നതാണ്. ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒരു വ്യത്യാസമില്ല. ഈ സാധനം തന്നെ അക്വാഡിജിയുടെ പെർഫ്യൂമോ എന്ന് പറയുന്ന ഒരു വെർഷൻ്റെ ഒരു സാധനം, ജോർജ് ഡി പെർഫ്യൂമോ എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. നാട്ടിലുള്ളവർ ഇത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ മറ്റേതിനേക്കാളും. പിന്നെ അതിന് സ്റ്റാൻഡേർഡ് ഒരു അല്പം കൂടുതലാണ്. ആ സ്റ്റാൻഡേർഡ് അതായത് ഇപ്പം ഫസ്റ്റ് ക്വാളിറ്റി ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു കറി എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ കടലക്കറി എടുക്കും. ഫസ്റ്റ് ക്വാളിറ്റി കടല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കടലക്കറിയും തേർഡ് ക്വാളിറ്റി കടല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കടലക്കറിയും രണ്ടും കടലക്കറി തന്നെയാണ്. മിക്സ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് സെയിമാണ്. അത്യാവശ്യം തേർഡ് ക്വാളിറ്റി കടല വേണ്ട രീതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് അതിന് കൂടുതലായിരിക്കും, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേട്ടോ. നമുക്കങ്ങനെ വലിയ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും പണ്ടില്ലായിരുന്നു. അപ്പം ആ വ്യത്യാസം അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം സെയിമാണ്. വലിയ വ്യത്യാസമൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ അത്രയും പൈസ കളയണ്ട, ഇത് മേടിക്കാനേ ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്കൊരു ഭ്രാന്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാർ, വയസ്സായിട്ട് മണിയൊന്നും കളയാത്ത ആൾക്കാരൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ക്ലാസിക്കലായിട്ട് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, പോയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവർ ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല, മറ്റേത് തന്നെ വാങ്ങിക്കണം. കാരണം ഇവരാണ് ഈ സാധനം ഇൻവെൻറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പെർഫ്യൂമർക്ക് പൈസ കൊടുത്ത് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ അതിനുള്ള റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ ഇതിനേക്കാളും ഒരു 10-20% കൂടെ കൂടുതൽ നല്ല മണം വരും, ക്ലാസിക് ആയിരിക്കും. ഇത് അല്പം ഒരു പെറുക്കി ടച്ച് ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട സാധനമായ ബ്ലൂ ഡി ഷനേൽ. ഇതുണ്ട്, ഇത് ഞാൻ എപ്പോഴും അടിക്കുന്ന സാധനം. ഇപ്പം ഇതിൻ്റെ ഓഡർ ടോയ്ലറ്റ്, ഓഡർ പെർഫ്യൂം പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം ഒന്നും ഇല്ല കേട്ടോ, ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓഡർ ടോയ്ലറ്റാണ്. അപ്പോൾ ഇതിന് 150 മില്ലി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നല്ലൊരു ഫ്രഷിയാണ്, നല്ല ഫ്രഷ് സിട്രസി. ഇത് ഭയങ്കര ക്ലാസിക് ഫ്രാഗ്രൻസാണ്. അതായത് ഫ്രാഗ്രൻസ് വേൾഡിൽ തന്നെ ഇതൊരു ഭയങ്കര ക്ലാസിക് ക്രിയേഷനായിട്ട് അറിയപ്പെടുന്നത്. ജാക്ക് പോൾഷ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ്. പുള്ളിക്കാരൻ ഈ ഓഡർ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് പോയി. പിന്നെ ഓഡർ പെർഫ്യൂം ഉണ്ടാക്കിയത് പുള്ളിക്കാരൻ്റെ മോനാണ്, മറ്റേതോ ഒരു പോൾഷ്. അപ്പം ഈ സാധനം അടിപൊളി ഐറ്റമാണ്. ഇതിന് മുഖവരൊന്നും വേണ്ട, ഇത് വാങ്ങിക്കാൻ പറ്റുന്നവർ ഇത് തന്നെ വാങ്ങിക്കണം. അപ്പം അതിനകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വില കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ബൾഗാരി ടൈഗർ എന്ന് പറയുന്ന ഒരു 40,000 രൂപയുടെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഭയങ്കര സിമിലാരിറ്റി ചെയ്ത് എനിക്കിത് ഇഷ്ടപ്പെട്ട ഇതാട്ടോ ബൾഗാരി ടൈഗറിനേക്കാളും. പക്ഷേങ്കിൽ ബൾഗാരി ടൈഗറിൻ്റെ അതേ ഒരു തരത്തിലുള്ളൊരു ക്ലോണാണ്, 2 ക്ലോണുണ്ട്. അതിലൊരെണ്ണമാണ് ഈ സാധനം, അൽഹർമെയിൻ അംബറൂദ്. സോറി, നോട്ട് അംബറൂദ് അല്ല, ഇത് ജുനൂൻ ഊദ് എന്ന് പറയും. ഈ ഊതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല കേട്ടോ ഇതിനൊന്നും. അതിനകത്ത് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ സാധനത്തിനകത്ത് അവന്മാർ ചുമ്മാ ഊതെന്ന് കേൾക്കും, നാട്ടുകാർ മേടിക്കാനായിട്ട്. അല്ലാതെ ഇതിനകത്ത് എങ്ങും ഊതിനോട്ടൊന്നുമില്ല. ഇതൊരു നല്ല സാധനം, ഭയങ്കര ഫ്രഷ് കേട്ടോ. ബ്ലൂ ഡി ഷാനൽ പോലെ തന്നെ മണക്കും. നാട്ടിൽ ബ്ലൂ ഡി ഷാനൽ ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലേ, നിങ്ങളിത് വാങ്ങിച്ചാൽ മതി. ഇതിന് 4,000 രൂപ എടുത്തേ ഉള്ളൂ കേട്ടോ. ഇത് പാക്കിംഗ് ഒന്നും ഞാൻ റിവ്യൂ ചെയ്യാറില്ല. ഇത് കഴുത്തെ കെട്ടി തൂക്കിക്കൊണ്ടോ ബോട്ടിൽ കഴുത്തെ കെട്ടി തൂക്കിക്കൊണ്ടോ ഒന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്തൊന്നും വരുന്ന ഫ്രാഗ്രൻസ് എന്തോ അതാണ്.
ഭയങ്കര ഫ്രഷ് സ്മെല്ലാണ്. ഭയങ്കര നാരങ്ങ പൊളിച്ച് വെച്ച പോലെ മണക്കും കേട്ടോ. നിങ്ങൾക്കൊരു 5-6 മണിക്കൂർ ഇത് നല്ല പ്രൊജക്ഷനും തരും. പ്രൊജക്ഷൻ ഒരു 2-3 മണിക്കൂർ തരും. ബാക്കി ഒരു 5-6 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മണം കിട്ടും. അപ്പം ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസിക് ബുൾഗാരി ടൈഗർ പോലെ മണക്കും. നിങ്ങൾക്ക് നാട്ടുകാരോട് പറയുകയും ചെയ്യാം ബുൾഗാരി ടൈഗറാണ് അടിച്ചിരിക്കുന്നത്. ഇന്നലെ ആരെങ്കിലും ചോദിച്ചാൽ ഇതാണ് അടിച്ചിരിക്കുന്നതെന്ന് പറയരുത്. അവൻ നാളെ മേടിച്ചടിക്കും. പിന്നെ നിങ്ങളുടെ പ്രസക്തി ഇല്ലാതായിപ്പോവും. അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള കുതുകികളായിട്ടുള്ള ആളുകൾക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് അത് ഒന്ന്. രണ്ടാമത്തെ വേറൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അതവിടെ പോയി, അത് ഞാൻ എടുത്തായിരുന്നല്ലോ. അതവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. പിന്നെ നൈറ്റ് ടൈമിൽ ഇപ്പം ബ്ലൂഡി ഷാനയിൽ മേടിക്കാൻ പറ്റാത്തവർക്ക് ഇതുണ്ടോ, ബ്ലൂഡി ചാൻസ് എന്ന് പറഞ്ഞ് മെയ്സൺ അൽഹംബ്രയുടെ ഉണ്ട്. ഏതാണ്ട് ഒരു 70% സിമിലറാണ്. പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ്. ഒരു 3-3.5 മണിക്കൂറത്തേക്ക് തരും. ഇത് മേടിച്ചടിച്ചാലും കുഴപ്പമില്ല. ഇതിന് 1000 രൂപയുള്ളൂ, മറ്റേതിന് 12,000 രൂപ വില വരും. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. സെയിം ക്വാളിറ്റി കിട്ടണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണ്. ഞാനിപ്പം ഓഫീസിലൊക്കെ പോകണമെങ്കിൽ ബ്ലൂഡി ഷാനൽ അടിച്ചുകൊണ്ട് പോകാറില്ല, കാരണം മുതലാകത്തില്ല. ഇതടിച്ചുകൊണ്ടാണ് പോകാറ്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ ബ്ലൂഡി ഷാനൽ അടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നൈറ്റ് ഔട്ട് നിങ്ങൾ പോകാനായിട്ടാണെങ്കിൽ 1-2 ഫ്രാഗ്രൻസ് ഉണ്ട്. മെഴ്സിഡീസ് ബെൻസ് ക്ലബ് ബ്ലാക്ക്. ഇതൊരു ഭയങ്കര വനീല ഫ്രാഗ്രൻസ് ആണ്. നൈറ്റ് ഔട്ട് പോകാനായിട്ട് പറ്റിയൊരു സാധനമാണ്. ഇതുണ്ടോ, ഇതൊരു സ്മെല്ല് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കുറേ അടിച്ചിട്ട് അത് ഇതെല്ലാം മിക്സായി പോയിട്ടുണ്ട്. ഇങ്ങനെ അടിക്കാം. ഭയങ്കര ഒരു നല്ല ഏറി വനീല സ്മെല്ലായിരിക്കും. ഭയങ്കര ഒരു ക്ലാസിക് സ്മെല്ല്. ഇതിനൊരു 10,000-3,500 രൂപ ഫ്രാഗ്രൻസിനാവുള്ളൂ. ഭയങ്കര അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് മേടിക്കാൻ പറ്റുന്നവർ ഇത് മേടിച്ചോളുക. ഒരിക്കലും ഒരു മെഴ്സീഡീസിൻ്റെയാണ് ഇത്. ഒരു കാറൊക്കെ പോലെ തന്നെ ഇരിക്കും. ഒരിക്കലും ഒരു നഷ്ടമല്ല. വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളാം കേട്ടോ. ഇത് മുതലാണ്. അപ്പം നാട്ടിൽ പ്രൊജക്ഷൻ ഒരു 2 മണിക്കൂറൊക്കെ കിട്ടും. ലോഞ്ചിവിറ്റി ഒരു 4-5-6 മണിക്കൂറൊക്കെ കിട്ടും. നാട്ടിലിപ്പോൾ ഭയങ്കര ലോഞ്ചിവിറ്റിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ വേറെ ഫ്രാഗ്രൻസ് പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. ഇതാണ് സാധനങ്ങൾ. മെഴ്സീഡീസ് ബെൻസ് ക്ലബ് ബ്ലാക്ക്. പിന്നെ ഒരെണ്ണമുണ്ട്, ഇത് ഭയങ്കര ഒരു ക്ലാസിക് സാധനം കേട്ടോ. സ്വിസ് അറേബ്യൻ ഷാഗ ഫൂത്ത് എന്ന് പറയും. ഇതൊരു 2,000 രൂപയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ്. അപ്പം ഇത് നല്ലൊരു കുങ്കുമപ്പൂവും ചോക്ലേറ്റൊക്കെ കൂടിയൊരു ഊതുമൊക്കെ കൂടിയൊരു മണമാണ്. ഇത് ഭയങ്കര ക്ലാസിക് സ്മെല്ലാണ്. ഭയങ്കര റിച്ച് ആൾക്കാർ മണക്കുന്ന പോലെ നമ്മളെ മണക്കും. റിച്ച് ആൾക്കാരുടെ മണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുബായിലൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു നല്ലൊരു ഭയങ്കര റിച്ച് സ്മെല്ലുണ്ടല്ലോ. ആ കൺട്രി റിച്ചാന്ന് സ്മെല്ലടിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ മണക്കും ആൾക്കാരെ. ഇത് ഭയങ്കര, ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സാഫ്രോൺ ഊതൊക്കെ ചേർന്നിട്ടുള്ളൊരു നോട്ടാണ്. ഇത് അറേബ്യൻ ഊതിൻ്റെ റെസാല എന്ന് പറയുന്നൊരു പെർഫ്യൂമുണ്ട്. എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ പുറകെ റിവ്യൂ ചെയ്യും. ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഈ റിസാലയുടെ അതേ മണമാണ് ഇതിന്. ഇത് ഭയങ്കര അടിപൊളി സാധനം കേട്ടോ. അപ്പം പറ്റുന്നവർ ഇത് വാങ്ങിച്ചോളുക. നൈറ്റ് ഔട്ടിന് വെളിയിൽ പോകാനായിട്ടുമൊക്കെ, അതായത് നിങ്ങളെ കൂട്ടുകാർ കൂടി പാർട്ടിക്ക് പോകാൻ, നൈറ്റ് ഔട്ടിൽ പോകാനുമൊക്കെ പറ്റിയൊരു ഭയങ്കര നല്ലൊരു ഫ്രാഗ്രൻസ് ആയത്. ഷാഗ ഫൂത്ത് നന്നായിട്ട് പെർഫോം ചെയ്യും. നല്ല പ്രൊജക്ഷനുണ്ട്. ആദ്യത്തെ 2-3 മണിക്കൂറത്തേക്ക് 3.5 മണിക്കൂറത്തേക്ക് നല്ല പ്രൊജക്ഷനുണ്ട്. പിന്നെ ചൂടടിച്ച് കഴിഞ്ഞാൽ പിന്നെയും പ്രൊജക്റ്റ് ചെയ്യും. ഈ പറഞ്ഞ സാധനം നെക്സ്റ്റ് ഡേ വരെ നിങ്ങളുടെ ഈ ക്ലോത്തിലൊക്കെ കാണും കേട്ടോ. ഇതിന് ഇച്ചിരി ലോഞ്ചിവിറ്റി കൂടുതൽ. ഇത്രയൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിലെ ഫ്രാഗ്രൻസുകളുടെ വിശേഷം. 10, 200, 250 ബോട്ടിലിരിപ്പുണ്ട്. ഞാൻ സൗകര്യം പോലെ എല്ലാം റിവ്യൂ ചെയ്യുന്നതായിരിക്കും.